കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ കേരളത്തിലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഏതാണ്ട് 3500ഓളം ബസ്സുകൾ വരും. ആ ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ VD സതീശൻ സർക്കാർ. അവരുടെ 5 പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു ഇത്. അപ്പോൾ അത് മെയ് 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷം ജൂൺ 15-ാം തീയതി മുതൽ അവർ നടപ്പിൽ വരുത്തുന്നു എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും ഒക്കെ തന്നെ വിശകലനം ചെയ്യുകയാണ് നമ്മളിവിടെ. ഒരു കാര്യം ഏറ്റവും ആദ്യമേ തന്നെ പറയട്ടെ, വളരെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ളൊരു മൊബിലിറ്റി അവർക്ക് കുറച്ചും കൂടി കൂട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് യഥാർത്ഥത്തിൽ അവരുടെ പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റി കൂട്ടുകയും അവരുടെ യാത്ര ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കുറേ കൂടി കൂട്ടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ കുറയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ പക്ഷേ കോൺഗ്രസ് ഇവിടെ ഒരു പഠനം നടത്തിയിട്ടൊന്നും തീരുമാനിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു പദ്ധതിയല്ല. പകരം തെലങ്കാനയിലും അതുപോലെ കർണാടകയിലും ഒക്കെ വിജയിച്ചിട്ടുള്ള അതേ സുനിൽ കനകോലു തന്ത്രം ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നടപ്പിലാക്കുമ്പോൾ ചില അനീതികളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഇത് ഇങ്ങനെയാണോ നടപ്പിലാക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കിടക്കുന്ന സംശയമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വലിയൊരു അനീതി ഇവിടെ ഉള്ളത്. ഇപ്പോൾ 1.5 ലക്ഷത്തോളം ശമ്പളം മേടിക്കുന്ന ഒരു കോളേജ് പ്രൊഫസറും അതുപോലെ തന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ 1 ലക്ഷത്തോളം 1.5 ലക്ഷത്തോളം ശമ്പളമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥയും കേവലം ഒരു 10,000 രൂപയ്ക്ക് ജോലിക്ക് പോകുന്ന സാധാരണ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലിക്ക് പോകുന്ന ഒരാൾക്കും ഇത് ഒരുപോലെ ആകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആണുങ്ങളായിട്ടുള്ള നിരവധി സ്റ്റുഡൻസിനടക്കമുള്ള ആളുകൾക്ക് നമുക്ക് പലപ്പോഴും KSRTCകളിൽ അവർക്ക് പാസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കയറാൻ കഴിയാറില്ല. അങ്ങനെ കയറാൻ കഴിയാത്തവർക്ക് സൗജന്യം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതുമൊക്കെ തന്നെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഇക്വാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമല്ല ഇത്. പകരം ഗവൺമെൻറ്റിന് കയ്യടി കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ആ കയ്യടി കിട്ടുന്ന പരിപാടി കൊണ്ടിട്ട് ഒരു കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു നോക്കട്ടെ. പക്ഷേ ഇവിടെയും അവസാനിക്കാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പ്രശ്നം ഈ ബസ്സുകൾ എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ളത് 1000-ലധികം സർവീസുകൾ നടത്തുന്നത് തിരുവനന്തപുരത്താണ്. 3500-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളായിട്ടുള്ളത്. ആ ഓർഡിനറി ബസ്സുകളിൽ 1000-ലധികം സർവീസുകൾ നടത്തുന്നത് തിരുവനന്തപുരത്താണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് കൊല്ലത്താണ്. അതും കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കോട്ടയത്തും അതുപോലെ എറണാകുളത്തും ഒക്കെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഒക്കെ തന്നെ ഈ ബസ്സുകളുടെ നമ്പർ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 20ഓളം സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് 25 ഡിപ്പോ ഉള്ളപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഡിപ്പോകൾ മാത്രമേ മലപ്പുറത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം ഇവിടുത്തെ ജനത്തിന് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് തിരുവനന്തപുരം, കൊല്ലം, ഈ പറഞ്ഞ പോലെ ചില ഏരിയകളിൽ എറണാകുളത്ത് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. എറണാകുളത്തുള്ള ആളുകളിൽ തന്നെ 10-ൽ 9 പേരും ഇതുവരെ KSRTC ബസ്സുകളിൽ നിന്ന് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ അതിനും കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ കുറവ് ബസ്സുകളാണ് മലപ്പുറത്തുള്ളത്, അതുപോലെ കോഴിക്കോടുള്ളത്, അതുപോലെ തന്നെ കണ്ണൂരുള്ളത്, കാസർഗോഡുള്ളത്. ഇതിനേക്കാൾ കുറഞ്ഞ ബസ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ ഇൻഈക്വാലിറ്റി ഉണ്ട്. അങ്ങനെ ഇൻഈക്വാലിറ്റി പരിഹരിക്കാൻ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഞാൻ വിചാരിക്കുന്ന അടുത്ത പടിയായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും സൂപ്പർ ഫാസ്റ്റുകളിലും അതുപോലെ മറ്റു പല ബസ്സുകളിലും ഒക്കെ തന്നെ ഇതുകൂടി ഫ്രീ ആക്കിയേക്കുമെന്നാണ്. അങ്ങനെ ഫ്രീ ആക്കിയാൽ മാത്രമേ നമ്മുടെ VD സതീശൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകാനും ടൂറ് പോകാനും ഒക്കെ ഇവർക്ക് പറ്റുള്ളൂ എന്നുള്ളത് സതീശൻ പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ ഫ്രീ ആക്കിയേക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് അടുത്തതിലൂടെ ചെയ്യുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം. അതിനുള്ള സമയം എന്താണെങ്കിലും ഗവൺമെൻറ് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും അപകടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ ആണോ, യഥാർത്ഥത്തിൽ സൗജന്യമാണോ, അല്ലെങ്കിൽ ഈ ഫ്രീ പൊളിറ്റിക്സിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്, അതിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ VD സതീശൻ ഗവൺമെൻറ് പറയുന്നത് 850 കോടി രൂപയാണ് ഇതിന് പ്രതിവർഷം KSRTCക്ക് കൊടുക്കേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ KSRTC നഷ്ടം സഹിക്കേണ്ട, പകരം ഇത് ഈ പറയുന്ന സ്ത്രീകൾ കയറുന്ന അത്രയും എമൗണ്ട് ഇപ്പോൾ കണക്കൂട്ടിയേക്കുന്നത് 850 കോടി രൂപയാണ്. അപ്പോൾ 850 കോടി അല്ലെങ്കിൽ 70 കോടി പ്രതിമാസം KSRTCക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം കുറയുമെന്നുള്ളതാണ്. പക്ഷേ അവരുടെ വരുമാനം ഇത്രയും തന്നെയാണോ കുറയാൻ പോകുന്നത്? ഇനി കൂടുതൽ സ്ത്രീകൾ കയറുമ്പോഴേക്കും മറ്റു പുരുഷന്മാരൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലെ ബസ്സുകൾ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത് മറ്റ് എല്ലാ ബസ്സുകളിലും തന്നെ നടപ്പിലാക്കിയാൽ ഏതാണ്ട് 1300 കോടി വരും എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ ഈ 1300 കോടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫ്രീ ബീഡൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
നിങ്ങളൊരു സോഷ്യലി ഒരു അനീതി എന്ന് നിലനിർത്താൻ സോഷ്യലി വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് വലിയ ബാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പിണറായി വിജയൻ സർക്കാർ കൊടുത്തിട്ടുള്ള കിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന APL BPL ബിലോ പോവർട്ടി ലൈനിന് താഴെ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതാണ്. കാരണം ഒന്നുകൊണ്ടാണ്, ഒരു ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബാക്ക്വേർഡായി പോകുന്ന, താഴേക്ക് പോകുന്ന, അപലകരായിട്ടുള്ള, അരക്ഷിതരായിട്ടുള്ള ഫാമിലികളെ സഹായിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 1.5 ലക്ഷം രൂപ മേടിക്കുന്നവർക്കും 2 ലക്ഷം രൂപ മേടിക്കുന്നവർക്കും 50,000 രൂപ മേടിക്കുന്നവർക്കും 10,000 രൂപ മേടിക്കുന്നവർക്കും പെർ ഡേ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുക, ഇതെല്ലാവർക്കും തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എഴുതണം. യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത്? 1300 കോടി രൂപ കേരള ഗവൺമെൻറ് KSRTCക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 10 കൊല്ലത്തേക്കാണെങ്കിൽ നമുക്കറിയാം 13,000 കോടി രൂപ ഗവൺമെൻറ് KSRTCക്ക് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഈ പണം നമ്മളിൽ നിന്ന് തന്നെ തിരിച്ചു മേടിക്കുന്ന പണമാണ്. അവർ തീപ്പെട്ടി മേടിക്കുമ്പോൾ, അതുപോലെ തന്നെ അരി മേടിക്കുമ്പോൾ, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ മേടിക്കുമ്പോൾ, മെഴുകുതിരി മേടിക്കുമ്പോൾ, ഇങ്ങനെ ഓരോരോ സാധനങ്ങളിൽ നമ്മൾ സോപ്പ് മേടിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ടാക്സിൽ നിന്ന്, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിന് കിട്ടുന്ന പെട്രോളിൻ്റെ അധിക വരുമാനത്തിൽ നിന്ന്, ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ടാക്സുകൾ ആ എമൗണ്ട് എടുത്ത് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, തരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പലപ്പോഴും ടാക്സുകൾ കൂട്ടുകയും അതിനനുസരിച്ച് ഇവർ വരുമാനം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന്, അതായത് ഈ പറയുന്ന കേരളത്തിലെ 2,16,00,000 പേരാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞവണ, അവരാണ് മുതിർന്ന ആളുകൾ എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ 2,16,00,000 ആളുകളിലും 3.5 കോടി വരുന്ന ജനങ്ങളിൽ നിന്നും ഈ ടാക്സായി കിട്ടുന്ന പണം എടുത്തുകൊണ്ട് ഇവർക്ക് മൈലേജ് കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഇവർ ചെലവഴിക്കുന്നു. അങ്ങനെ മൈലേജ് കിട്ടുന്ന പണിക്ക് വേണ്ടി ചെലവഴിച്ചാലും തെറ്റില്ല. പക്ഷെ അങ്ങനെ ചെലവഴിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ കുറേ കൂടി ഡീറ്റെയിൽഡായി പഠിച്ച് വളരെ കൃത്യമായി ഇത് അർഹതപ്പെട്ട ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു തെറ്റുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു 2-2.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 4 ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ ആളുകൾക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഫ്രീ ആയി വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊരു പദ്ധതി തീരുമാനിക്കുന്നു. അതിനൊരു 4 ലക്ഷം 5 ലക്ഷം വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും എതിർക്കേണ്ടതില്ല. കാരണം അത് നമ്മുടെ കൂടെയുള്ള അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ നമ്മുടെ ടാക്സ് എടുത്ത് കൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതല്ല, നമ്മുടെ കൂടെ തന്നെയുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അനീതി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 2.5 കോടി ജനങ്ങളോ 3 കോടി ജനങ്ങളോ കേരളത്തിൽ താമസിക്കുന്നവർ അടക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിദേശത്ത് നിന്ന് വരുന്ന പണമടക്കമുള്ള റെമിറ്റൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ടാക്സ് എടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല, ഇവരാരും ജോലിക്ക് പോയി പണിയെടുത്തുണ്ടാക്കിയതോ ഇവർ മൈക്കാട്ട് പണിക്ക് പോയിട്ടോ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പോയിട്ട് ഉണ്ടാക്കിയ കാശല്ല, പകരം നമ്മുടെ കാശെടുത്ത് തന്നെ നമുക്കിത് ഫ്രീ ആയിട്ടൊരു സാധനം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കുന്ന ഒരു പടിയാണ് ചെയ്യുന്നത്. ഈ 13,000 കോടി രൂപ ഏതാണ്ട് കേരളത്തിൽ 1,10,00,000 വരും വനിതകളുടെ നമ്പർ, ആ 1 കോടി വോട്ടേഴ്സിൻ്റെ നമ്പർ എടുത്തുകൊണ്ട് ആ 1,10,00,000 വനിതകൾക്ക് ഇത് സൗജന്യമായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 50 ലക്ഷം പേർക്കായിരിക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക, സൗജന്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടാവുക. മറ്റു പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബസ്സില്ലാത്ത സ്ഥലത്ത് KSRTC ബസ് നോക്കി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ അവരുടെ പ്രയോജനത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ടാക്സ് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പദ്ധതി കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചില ശരികേടുകളുണ്ട്. പകരം ഇതിനകത്തുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട പദ്ധതികളിലേക്ക് ഗവൺമെൻറ് കടക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇത് ചെയ്യുന്നതിൽ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്ന അവർ 1.5 ലക്ഷം രൂപ മേടിക്കുന്നവരാണെങ്കിലും 2 ലക്ഷം മേടിക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ പലപ്പോഴും ദുർബലമായിട്ടുള്ളൊരു വിഭാഗമായി തന്നെ അവരെ മൊത്തത്തിൽ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് നടക്കട്ടെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മലബാറിലും അതുപോലെ വടക്കൻ കേരളത്തിലൊക്കെയുള്ള ഈ പറയുന്ന പോലെ ഉച്ചനീതിത്വമെങ്കിലും ഗവൺമെൻറ് മാറ്റാൻ തയ്യാറാകണമെന്നാണ്. ഇനി അടുത്ത ഏറ്റവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഒന്നും ഫ്രീ ആയിട്ടില്ല, ഒരു ഫ്രീ ലഞ്ചും ഇല്ല, ഒരു ഇതുമില്ല. നമ്മളിപ്പോൾ സാരി മേടിക്കുമ്പോൾ ബ്ലൗസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ബ്ലൗസിൻ്റെ വില നമ്മളോട് സാരിയിൽ ഉൾപ്പെടുത്തി മേടിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മറ്റേ ലൈം ജ്യൂസ് മേടിക്കുമ്പോൾ സ്ട്രോ ഫ്രീ ആയി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല, പകരം ലൈം ജ്യൂസിൽ ആ വിലയും കൂടി അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും പണം എടുത്തുകൊണ്ടാണ് ഇവർ ചരിത്രപരമായ തീരുമാനവും നടപ്പാക്കലും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാരണവശാലും മറന്നു വരുന്നത്. അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അതെന്താണ്? അത് കേരളത്തിലാകെ 12,000-ലധികം വരുന്ന ബസ്സുകളുണ്ട്. 12,820 വരുന്ന ബസ്സുകളുണ്ട് കേരളത്തിൽ. ആ 12,800 വരുന്ന ബസ്സുകളിൽ 3,500 വരുന്ന KSRTC ബസ്സുകൾ ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ ഇത് നടപ്പാക്കിയിട്ടുള്ളത്.
ബാക്കിയുള്ള ഏതാണ്ട് 9,000-ഓളം വരുന്ന ബസ്സുകൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധാരണ പ്രൈവറ്റ് മേഖലയിലാണ്. ഈ പ്രൈവറ്റ് മേഖലയുടെ നടുപൊടിക്കുന്നൊരു പണി കൂടിയാണ് ഈ ചെയ്തിട്ടുള്ളത്. കാരണം നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ പ്രൈവറ്റ് മേഖലയിലെ ബസ്സുകളിൽ ആളുകൾ കയറും. ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ബസ്സുകളിൽ ആളുകൾ കയറും. കാരണം എന്താണ്? പ്രൈവറ്റിലും അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുകൾ KSRTCയിലും സെയിം റേറ്റ് ആണ്. അപ്പോൾ രണ്ടിലും കയറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പം മലപ്പുറത്ത് ഇത്തരത്തിൽ KSRTC ബസ്സുകൾ കൂടുതൽ LDFന് ഇടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ കോഴിക്കോട് ഇടാമായിരുന്നില്ലേ, കണ്ണൂർ ഇടാമായിരുന്നില്ലേ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒന്നുമില്ല, രണ്ടിനും ഒരേ റേറ്റാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ആവശ്യം അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിന് കൃത്യമായി പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകളിൽ കയറിയിട്ട് സ്ഥലത്തിറങ്ങാം. അതിന് നമ്മൾ KSRTCയുടെ തന്നെ ബസ്സുകൾ ഇവിടെ കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതല്ല. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? KSRTC ബസ്സുകളിൽ സൗജന്യമാണ്. അവിടെ സൗജന്യം ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ മാറ്റിയെടുത്തതിന് തുല്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, പ്രൈവറ്റ് സെക്ടറിൽ 40 ബസ്സും 50 ബസ്സും ഒക്കെയുള്ള നേരത്തെയുള്ള വലിയ മുതലാളിമാരുണ്ടായിരുന്നു. നമുക്ക് എറണാകുളത്തൊക്കെ തന്നെ എനിക്കറിയാവുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് അങ്ങനെയുള്ള മുതലാളിമാരുടെ നമ്പർ തന്നെ വളരെ കുറവാണ് എന്ന് മാത്രമല്ല, 3, 4, 5 പേര് കൂടി ഒരു ബസ്സിൽ ഓടെടുത്ത് ഇത് ഒരു കഷ്ടിച്ച് നടത്തിക്കൊണ്ടു പോവാണ്. ആ കഷ്ടപ്പെട്ടവർ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി പ്രിയപ്പെട്ട ആളുകൾക്ക് അറിയുമോ? അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബസ്സിലേക്ക് ഇപ്പം നാളെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു KSRTC ബസ്സുണ്ട്, 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൻ്റെ കഴിഞ്ഞിട്ട് KSRTC ബസ് നോക്കിയിരുന്ന ആളുകൾ കയറും. അല്ലെങ്കിൽ നേരെ തിരിച്ച് ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്, അത് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ KSRTC ബസ്സുണ്ടെന്ന് വെച്ചാൽ വനിതകൾ KSRTC ബസ്സിൽ കൂടുതലായിട്ട് കയറും. കാരണം ഒന്നുമില്ല, അതിനകത്ത് പണം കൊടുക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന വളരെ കൃത്യമായി ഒരു പ്രൈവറ്റ് മേഖലയിൽ വലിയ കുറവുണ്ടാവുകയും അവരുടെ നടുപൊടിക്കുകയും അവരുടെ ടാക്സുകളൊക്കെ തന്നെ കൃത്യമായി ഗവൺമെൻറ് മേടിക്കും. അതേസമയം തന്നെ ഈ KSRTC ബസ്സുകളുടെ വരുമാനം കൂടുകയും അവരുടെ വരുമാനം കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരുടെ നമ്പർ കൂടുകയും അവരുടെ വരുമാനം കുറയുകയും ചെയ്യും. ഇനി ഇതൊക്കെ അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, KSRTCയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ശക്തിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ബസ് വാങ്ങിക്കേണ്ടി വരും. അതുപോലെ നിരവധി ഡിപ്പോകൾ തുടങ്ങേണ്ടി വരും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ അതിന് ഗവൺമെൻറ് പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ ഇന്നേ നിങ്ങളോട് പറയാം. പറയാൻ പോകുന്ന അതിനൊന്നുള്ള പണം നമ്മുടെ കയ്യിലില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? നിരവധി പ്രൈവറ്റ് മേഖലകളുമായിട്ട് ഒരു ടൈപ്പ് എത്തിക്കൊണ്ട് KSRTC ബസ് സ്റ്റാൻഡ് എറണാകുളത്തുള്ളതും അതുപോലെ നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള ബസ് സ്റ്റാൻഡും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ കണ്ണായ സ്ഥലങ്ങളിലാണ്. ആ സ്ഥലങ്ങളിൽ പലപ്പോഴും പ്രൈവറ്റ് സ്ഥാപനങ്ങളുമായി ടൈപ്പിലെത്തിക്കൊണ്ട് അവർക്ക് ഈ പറയുന്ന 199 കൊല്ലത്തേക്കോ 999 കൊല്ലത്തിലേക്കോ ലീസിന് കൊടുക്കാവുന്ന നിരവധി പദ്ധതികൾ കൂടി വന്നു ചേരും. വന്നു ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആദ്യത്തെ ധവളപത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു പരിപാടി KSRTC ആണെന്ന് പറഞ്ഞത്. അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ ഇതിൻ്റെ നഷ്ടത്തെ കുമിഞ്ഞുകൂടുകയും ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുകയും, അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് അടിവരയിട്ട് പ്രിന്റഡായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളുക. ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.